ഒത്തൊരുമ കൊണ്ട് കേരളത്തിലെ മഹാപ്രളയത്തെ അതിജീവിച്ച മലയാളികൾ ഗൾഫിലും മാതൃകയാവുകയാണ്. യുഎയിലെ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കുടിവെള്ളവും ഭക്ഷണവും എത്തിച്ച നിസ്വാർത്ഥ സേവനം നടത്തുകയാണ് നിരവധി മലയാളി കൂട്ടായ്മകൾ. സാംസ്കാരിക മതസംഘടനകൾ മുതൽ വാട്സപ്പ് കൂട്ടായ്മകൾ വരെ ഷാർജയിലും അജ്മാനിലും സേവന രംഗത്ത് സജീവമാണ്. ഷിനോജ് ഷംസുദ്ദീൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിനോജ്, ഒരു ഒരുമയുടെ അതിജീവന കഥ നമുക്ക് പറയാനുണ്ട്. 2018 നമ്മൾ കണ്ടതാണ്. സമാനമായ ദൃശ്യങ്ങളാണ് ഗൾഫിലെ പല മേഖലകളിൽ നിന്ന്. വെള്ളക്കെട്ടുകൾ നീന്തിക്കടക്കുന്ന മലയാളികൾ, ഒപ്പം വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുന്ന ആളുകൾ, ഒപ്പം ഈ താൽക്കാലിക തോണിയൊക്കെ ഉണ്ടാക്കി പെട്ടുപോയ മനുഷ്യരെ കരയ്ക്ക് കയറ്റുന്ന മനുഷ്യർ, അങ്ങനെ നല്ല കാഴ്ചകൾ ഈ ദുരന്ത മുഖത്ത് നിന്ന് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എന്താണ് അവിടെയുള്ള സ്ഥിതി? എല്ലാവരും ഒരുമിച്ചിരുന്ന് രക്ഷാപ്രവർത്തനത്തിന് കൈകോർക്കുകയാണോ? അതെ, 2018 നമ്മൾ കേരളത്തിൽ കണ്ടത് 2024 ദുബൈയിലും ഷാർജയിലും കാണുന്നു എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകുന്നത് മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം. മറ്റൊരു സംഘടനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷാ സമൂഹമോ ഇത്തരത്തിൽ സജീവമായി രംഗത്തില്ല. ഇവർ മലയാളികളെ മാത്രമല്ല സഹായിക്കുന്നത്. ഇവിടെ ദുബൈയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഈ വാട്സപ്പ് കൂട്ടായ്മകളും സംഘടനകളും സഹായം എത്തിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷാർജയിലെ അൽമജാസ്, അബു ഷഗാറ, കാസിമിയ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. അവിടെ ബഹുനില കെട്ടിടങ്ങളിൽ പലതിലും വൈദ്യുതിയില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. 30-25 നിലകളിൽ താമസിക്കുന്നവർക്ക് താഴേക്ക് ഇറങ്ങി വന്ന് വെള്ളത്തിൻ്റെ ടംബ്ലറുകൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് പലയിടത്തും വൈദ്യുതിയില്ല, ലിഫ്റ്റില്ല എന്നുള്ള സാഹചര്യത്തിലാണ് പലർക്കും ഭക്ഷണമില്ലാത്ത അവസ്ഥ, കുടിവെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് ഈ കടന്നു പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന വഞ്ചിയൊക്കെ ഉപയോഗിച്ച് മലയാളികളായ സന്നദ്ധ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ ഈ ഫ്ലാറ്റുകൾക്ക് താഴെ എത്തി അവർക്ക് വെള്ളം വിതരണം ചെയ്യുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ചില കൂട്ടായ്മകളാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. രശ്മ. ഷിനോജ്, ഒന്ന് തുടരും. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.